ഇന്ന് നമുക്ക് സ്വീറ്റ് ഹാർട്ട് എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, കുട്ടിക്കാലത്ത് നായകനായ വാസു നേരിട്ട ഒരു പ്രശ്നം. ആ ഒരു പ്രശ്നം കാരണം ആരുമായി ഒരു തരത്തിലുള്ള ബന്ധവും വേണ്ട എന്ന് വാസു തീരുമാനിച്ചു. എന്നാൽ നായകനായ വാസുവാണെങ്കിൽ മനു എന്ന പെൺകുട്ടിയുമായി പ്രണയത്തിലായി. പക്ഷേ അവളെ വിവാഹം കഴിക്കുമെന്നൊന്നും വാസുവിന് താല്പര്യമില്ല. ഒരിക്കലവൾ പ്രഗ്നന്റ് ആണെന്ന് വാസു അറിയുന്നു. വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്ത വാസു പിന്നീട് എന്ത് ചെയ്തു? എന്തായിരിക്കും അവന് കുട്ടിക്കാലത്തുണ്ടായ പ്രശ്നം? അതൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമ തുടങ്ങുന്നത് തന്നെ നായകനായ വാസുവിന്റെയും നായികയായ മനുവിന്റെയും വഴക്ക് കാണിച്ചുകൊണ്ടാണ്. രണ്ടുപേരും പരസ്പരം നല്ല രീതിക്ക് വഴക്ക് കൂടുന്നുണ്ട്. കാരണം എന്തെന്നാൽ, ഇവർ രണ്ടുപേരും വാസുവിന്റെ കൂട്ടുകാരനൊപ്പം ഒരു ട്രിപ്പ് പോയിരുന്നു. എന്നാൽ അവിടെ വെച്ച് നമ്മുടെ നായികയായ മനുവാണെങ്കിൽ വാസുവിനോട്, നമ്മുടെ കാര്യം ഞാൻ വീട്ടിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്, നീ അച്ഛനോട് വന്ന് സംസാരിക്കണമെന്നും വാസുവിനോട് മനു പറയും. എന്നാൽ അത് കേട്ട് വാസുവിന് വല്ലാതെ ദേഷ്യം വരും. ഞാൻ നിന്നോട് മുൻപേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ റിലേഷൻഷിപ്പ്, ലവ്, കമ്മിറ്റ്മെന്റ് ഇതിനോടൊന്നും താല്പര്യമില്ല എന്ന്. എന്നിട്ടും ഇത് മുൻപോട്ട് കൊണ്ടുപോയിട്ട് നിന്റെ അച്ഛനോട് വന്ന് സംസാരിക്കണമെന്നല്ലേ? എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഞാൻ ഒരിക്കലും നിന്റെ അച്ഛനോട് വന്ന് സംസാരിക്കത്തില്ലെന്ന് മുഖത്തടിച്ചതുപോലെ മനുവിനോട് പറഞ്ഞു. മനുവിനാണെങ്കിൽ അത് കേട്ട് സങ്കടവും ദേഷ്യവും എല്ലാം വരികയാണ്. വാസു ഇങ്ങനെ പെരുമാറുന്നതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. കുഞ്ഞായിരുന്നപ്പോൾ വാസുവിന് അമ്മയെന്ന് വെച്ചാൽ വലിയ ജീവനായിരുന്നു. അമ്മയുണ്ടെങ്കിൽ മാത്രമേ വാസു എന്തും ചെയ്യൂ. അതുപോലെ തന്നെ വാസുവിന്റെ എല്ലാ കാര്യത്തിനും അമ്മയും നല്ല സപ്പോർട്ടായിരുന്നു. വാസു അമ്മയില്ലാതെ വാസുവിന്റെ ലോകമേ ഇല്ല എന്നുള്ള മട്ടിലാണ് ജീവിക്കുന്നത് പോലും. അത്രയ്ക്കും അവർ തമ്മിൽ നല്ല കമ്പനിയായിരുന്നു. അങ്ങനെ അവരുടെ ജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഈ വാസുവിന്റെ അമ്മയും അച്ഛനും തമ്മിൽ എപ്പോഴും വഴക്കിടും. വാസു കാണുന്ന സമയത്ത് ഇത്രയും അച്ഛനും അമ്മയും വഴക്കു കൂടുന്നതാണ് കാണുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അച്ഛനും അമ്മയും വഴക്കുകൂടി അമ്മയാണെങ്കിൽ വീട് വിട്ടിറങ്ങിപ്പോയി. വീട് വിട്ടിറങ്ങിപ്പോയത് മാത്രമല്ല, മറ്റൊരാളെ വിവാഹം കഴിക്കുക കൂടി ചെയ്തു. അതോടുകൂടി വാസുവിന് അമ്മയോട് ദേഷ്യമായി. അത്രയും നാൾ അമ്മയെക്കുറിച്ച് തന്റെ മനസ്സിൽ ഒരു ചിത്രം ഉണ്ടാക്കി വെച്ചിട്ട് പെട്ടെന്ന് തകർന്നു പോയ സമയത്ത് വാസുവിനത് താങ്ങാൻ പറ്റിയില്ല. അതോടുകൂടി അമ്മയെ അവൻ പൂർണ്ണമായും വെറുത്തു. അങ്ങനെ അവൻ പതിയെ പതിയെ ഒറ്റയ്ക്ക് വളർന്നു വരുവാനായി തുടങ്ങി. അതോടുകൂടി അവനൊരു കാര്യത്തിൽ തീരുമാനമെടുക്കും. എന്തെന്നാൽ, ഇനി മുതൽ നമ്മുടെ ജീവിതത്തിൽ മറ്റാരുമില്ല, നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ജീവിക്കണം, സെൽഫിഷായിട്ട് വളരണമെന്നും അവൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ഈ വാസുവിന് വലിയ കമ്മിറ്റ്മെന്റ്സിനോടും റിലേഷൻഷിപ്പിനോടും ഒന്നും ഒട്ടും താല്പര്യമേ ഇല്ല. വളർന്നു വരുംതോറും വാസു തന്റെ മനസ്സിൽ എനിക്ക് ഞാനേ ഉള്ളൂ എന്നുള്ള ചിന്ത വളർത്തിക്കൊണ്ടേ വന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം യുവൻ ശങ്കറിന്റെ കോൺസെർട്ടിൽ വെച്ച് നായികയായ മനുവിനെ പരിചയപ്പെടുന്നു. ഇവർ രണ്ടുപേരും അവിടെ വെച്ച് നല്ല ഫ്രണ്ട്സ് ആവുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ വാസുവിന്റെ പിറന്നാളായിരുന്നു. അതറിഞ്ഞ മനുവാണെങ്കിൽ വാസുവിന് സർപ്രൈസ് കൊടുക്കുവാനായും തീരുമാനിച്ച് അനാഥാലയത്തിൽ അനാഥ കുട്ടികളുടെ മുന്നിൽ വെച്ച് കേക്ക് കട്ട് ചെയ്യാമെന്നും തീരുമാനിച്ചു. അതിനായിട്ട് കേക്കൊക്കെ വാങ്ങി റെഡിയാക്കിയിട്ട് വാസുവിനെയും വിളിച്ചു വരുത്തും. അവിടെ എത്തുന്ന വാസുവാണെങ്കിൽ മനുവിനോട് പറയും, എനിക്ക് ഇതിനോടൊന്നും ഒട്ടും താല്പര്യമുള്ള കാര്യമേ അല്ല. നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ദേ ഈ കുട്ടികൾക്ക് എന്നാണ് അവർ ജനിച്ചതെന്നോ അവരുടെ പിറന്നാൾ എന്നാണെന്നോ ഒന്നും പോലും അറിയത്തില്ല. അങ്ങനെയുള്ള ഇവരുടെ മുന്നിൽ വെച്ച് നമ്മൾ എന്തിനാ പിറന്നാൾ ആഘോഷിക്കുന്നത്? അപ്പോൾ ഇവർക്ക് എന്തുമാത്രം വേദനയാണ് കൊടുക്കുന്നതെന്ന് നിനക്കറിയാമോ? അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല എന്നുള്ള കാര്യം വാസു പറയുന്നു. എന്നിട്ട് വാസു ഉടനെ തന്നെ ആ കുട്ടികൾക്കടുത്തേക്ക് എത്തിയിട്ട് അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇഷ്ടമെന്ന് ചോദിച്ച് മനസ്സിലാക്കി അതെല്ലാം അവർക്ക് വാങ്ങിക്കൊടുക്കും. അതെല്ലാം കാണുന്ന മനുവിന് വാസുവിനോടുള്ള ഫ്രണ്ട്ഷിപ്പ് മാറി അത് പ്രണയമാകുന്നു. ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വാസു ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും അവനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അവൻ എന്തെല്ലാം ചെയ്യുമായിരിക്കുമെന്നും മനു ചിന്തിക്കുന്നു. അങ്ങനെ പതിയെ പതിയെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് പ്രണയമായി വളർന്നു. രണ്ടുപേരും പരസ്പരം അത് തുറന്നു പറയുകയും അവർ പ്രണയിക്കുവാനായി ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ അവരുടെ റിലേഷൻഷിപ്പ് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്തായിരുന്നു മനു തന്റെ അച്ഛനോട് വാസു വന്ന് സംസാരിക്കണമെന്ന കാര്യം ആവശ്യപ്പെട്ടതും. പക്ഷെ അത് വാസുവിന് ഇഷ്ടപ്പെടുമോ? ഇല്ല. ആ ഒരു കാരണം ചൊല്ലി രണ്ടുപേർക്കും ഇടയിൽ സ്ഥിരമായി വഴക്ക് നടക്കുന്നു. അങ്ങനെ വഴക്ക് കൂടിക്കൂടി വന്ന് രണ്ടുപേരും ബ്രേക്കപ്പ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു 3 മാസത്തോളം ഇവർ രണ്ടുപേരും പരസ്പരം കാണുകയോ മിണ്ടുകയോ ഒന്നും തന്നെ ചെയ്തില്ല. അങ്ങനെ 3 മാസങ്ങൾ കടന്നുപോയി. ഈ വാസുവിന് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അരുണാചലം. ഒരിക്കൽ അരുണാചലമാണെങ്കിൽ അവന്റെ കാമുകിയും കൊണ്ട് ഒരു സ്ഥലത്ത് റൂം എടുത്ത് എൻജോയ് ചെയ്യുവാനായും തീരുമാനിച്ചെത്തിയ സമയത്തായിരുന്നു വാസുവിന്റെ കാമുകിയ മനുവിന്റെ കോൾ തുടരെ തുടരെ അരുണാചലത്തിന് വരുന്നതും. എന്തെന്നറിയുവാനായിട്ട് അരുണാചലം കോൾ എടുക്കും. എന്തിനാ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നത്? വാസുവിനെ വിളിച്ചൂടെ എന്ന് ചോദിക്കുന്ന സമയത്ത് മനു പറയുന്നത്, ഞാൻ വാസുവിനെ വിളിച്ചു, പക്ഷെ അവൻ കോൾ എടുക്കുന്നില്ല. അവൻ എന്ത് പറ്റി? അവൻ എന്താ എന്റെ കോൾ എടുക്കാത്തത് എന്നൊക്കെ അവൾ ചോദിക്കുന്നു.
പക്ഷെ എന്താണ് കാരണമെന്ന് അരുണാചലത്തിന് മനസ്സിലാകുന്നതേയില്ല. അവന്റെ സ്വർഗത്തിലെ കട്ടുറുമ്പാവാനായിട്ട് ഈ മനു ശ്രമിക്കുന്നോ എന്നൊരു പേടി കാരണം ഉടനെ തന്നെ അരുണാചലമാണെങ്കിൽ വാസുവിനെ വിളിച്ചിട്ട്, ദേ നിന്റെ കാമുകി മനു എന്നെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു, നീ ഒന്ന് അവളെ വിളിച്ചു നോക്ക് എന്നൊക്കെ പറയും. എന്തിനായിരിക്കും മനു ഇങ്ങനെ കിടന്ന് വിളിക്കുന്നതെന്ന് ചിന്തിച്ച വാസു ആണെങ്കിൽ ഉടനെ തന്നെ മനുവിനെ കോൾ ചെയ്യും. അപ്പോൾ ഫോൺ എടുത്ത് മനു പറയുന്ന കാര്യം കേട്ട് വാസു തന്നെ ഞെട്ടിപ്പോകുന്നു. എന്തെന്നാൽ മനു പറഞ്ഞത് താൻ പ്രഗ്നന്റ് ആണോ എന്ന് കുറച്ച് നാളുകളായി തനിക്കൊരു സംശയം. ഉടനെ തന്നെ പ്രഗ്നൻസി കിറ്റ് വാങ്ങി വീട്ടിലേക്ക് വരുവാനായിട്ടാണ് വാസുവിനോട് പറഞ്ഞതും. വാസു അത് കേട്ട് ഞെട്ടിപ്പോകും. ഉടനെ തന്നെ പ്രഗ്നൻസി കിറ്റ് വാങ്ങി മനുവിനടുത്തേക്ക് ചെല്ലുന്നു. മനുവാണെങ്കിൽ വാസുവിനെ കാണുമ്പോഴേക്ക് വല്ലാതെ അവോയിഡും ചെയ്യുന്നുണ്ട്. മനുവിന്റെ വീട്ടില് ധൈര്യത്തോടു കൂടി വാസുവിന് കയറി വരുവാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ വാസുവാണെങ്കിൽ അടുത്തുള്ള ഒരു മെയിൽ ബോക്സിൽ പ്രഗ്നൻസി കിറ്റ് വെച്ചിട്ടാണ് പോകുന്നതും മനു അത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്നാണ് പിന്നീട് കാണിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് വാസുവും മനുവും തമ്മിൽ വഴക്കുണ്ടാകാറുണ്ടായിരുന്നല്ലോ. രണ്ടുപേരും പിണങ്ങി പോവുകയും ഒക്കെ ചെയ്തു. അങ്ങനെ പിണക്കം മാറ്റുവാനായിട്ട് ഈ വാസുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മനുവിന്റെ വീട്ടില് ബാൽക്കണി വഴി കയറി വരും. ഇവർ പ്രശ്നമുണ്ടായി ബ്രേക്കപ്പ് ആയി പോയ ആ ഒരു 3 മാസത്തിനിടയ്ക്ക് വെച്ച് ഈ വാസുവാണെങ്കിൽ മനുവിനെ കാണുവാനായിട്ട് ബാൽക്കണി വഴി കയറി വന്നു. പക്ഷെ അന്നേ ദിവസം മനുവിന്റെ പിറന്നാളായിരുന്നു. പിറന്നാൾ ആഘോഷിക്കുവാനായിട്ട് വീട്ടുകാരൻ തീരുമാനിച്ച സമയം. അന്നേ ദിവസം വാസുവും മനുവും മനുവിന്റെ റൂമിൽ ഒരുമിച്ചായിരുന്നു. അവിടെ വെച്ച് രണ്ടുപേരും ഫിസിക്കൽ റിലേഷനിലും ഏർപ്പെടും. എന്നാൽ മനുവിന് സർപ്രൈസ് കൊടുക്കുവാനായിട്ട് അച്ഛനും അമ്മയും ഒക്കെ അവളുടെ റൂമിലേക്ക് വന്ന സമയത്ത് അവരെല്ലാവരും ഷോക്കായി പോകുന്നു. വാസുവിനെയും മനുവിനെയും മനുവിന്റെ റൂമിൽ വെച്ച് അച്ഛനും അമ്മയും ഒക്കെ കാണും. അതോടുകൂടി വലിയ പ്രശ്നമായി. വാസുവിനെ അവിടെ നിന്ന് ഇറക്കി വിടുകയും ഒക്കെ ചെയ്തു. പിന്നീട് മനുവിന്റെ അവസ്ഥ ഒരു സെന്റർ ജയിലിൽ കിടക്കും പോലെയായിരുന്നു. അവളെ ഫോൺ ഉപയോഗിക്കാൻ സമ്മതിക്കുന്നില്ല, പുറത്തേക്ക് പോകാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വീട്ടിൽ തന്നെ ഇട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് മനുവും വാസുവും തമ്മിൽ യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ലാതായത്. വാസു വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്ത ആ ഒരു പ്രഗ്നൻസി കിറ്റ് കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്താണ് മനു പ്രഗ്നന്റ് ആണെന്ന് കൺഫേം ആകുന്നതും. ആ ഒരു കാര്യം വാസുവിനെ വിളിച്ച് അവൾ പറയുന്നുമുണ്ട്. മനു പറഞ്ഞത് കേട്ട് വാസുവാണെങ്കിൽ മറ്റൊന്നും ചിന്തിക്കാതെ അവളോട് പറയുന്നത് നമുക്കിതിനെ അബോർഷൻ ചെയ്ത് കളയാമെന്നാണ്. എന്നിട്ട് വാസുവാണെങ്കിൽ കൂട്ടുകാരനായ അരുണാചലത്തിനോട് ആ ഒരു കാര്യം ഡിസ്കസ് ചെയ്യും. അങ്ങനെ അരുണാചലം പറയുന്നത് നമുക്ക് ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർമാരെ ചെന്ന് കണ്ട് കാര്യം അവതരിപ്പിക്കാം എന്നാണ് പറയുന്നത്. അങ്ങനെ അരുണാചലം വാസുവിനെയും കൂട്ടി ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. സത്യത്തിൽ അത് ഈ വാസുവിന്റെ ചേച്ചി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്കായിരുന്നു. അതും വാസുവിന്റെ ചേച്ചി ഒരു ഗൈനക്കോളജിസ്റ്റ് ആണ്. ഉടനെ തന്നെ വാസുവിന്റെ ചേച്ചിക്ക് അടുത്തേക്ക് ചെന്നിട്ട് കാര്യം അവതരിപ്പിക്കും. വാസുവിന്റെ കാമുകി പ്രഗ്നന്റ് ആണെന്ന് ഡയറക്റ്റ് ആയിട്ട് പറയത്തില്ല, വാസുവിന് ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ചേച്ചി പറയുന്നത് ഞാൻ കരുതി നീ അവളെ കല്യാണം കഴിച്ച് കാണുമെന്നാ. അത് കേട്ട് അരുണാചലം മനസ്സിൽ കരുതുന്നത് അപ്പോൾ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്ന സമയത്ത് ചേച്ചി എങ്ങനെ പ്രതികരിക്കും എന്ന് ചിന്തിച്ച് ഉടനെ തന്നെ ഈ അരുണാചലവും വാസുവും ചേർന്ന് മനു പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം ചേച്ചിയോട് പറയുന്നു. ചേച്ചിയാണെങ്കിൽ വാസുവിനെ ഒരുപാട് തല്ലും. വാസു എന്ത് പറയാനാ, ചേച്ചിയുടെ തല്ലെല്ലാം കൊള്ളും. എന്നിട്ട് അവസാനം ചേച്ചി പറയുന്നത് ഒരു കാര്യം ചെയ്യാം, കുഞ്ഞിന്റെ വളർച്ചയും കാര്യങ്ങളുമൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ അതിനെ അബോർഷൻ ചെയ്ത് കളയാൻ പറ്റുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാനായും പറ്റത്തുള്ളൂ. അതുകൊണ്ട് സ്കാൻ ചെയ്തൊക്കെ നോക്കണമെന്നും ചേച്ചി പറയും. അപ്പോൾ വാസു പറയുന്നത് സ്കാൻ ചെയ്ത് നോക്കാനൊന്നും പറ്റുന്ന സിറ്റുവേഷനിലല്ല മനു ഉള്ളത്, അതുകൊണ്ട് വേറെന്തെങ്കിലും ഐഡിയ പറയുവാനായിട്ടും വാസു ചേച്ചിയോട് പറയുന്നു. എന്നിട്ട് ചേച്ചി വാസുവിനോട് ചോദിക്കും പ്രഗ്നന്റ് ആണെന്ന് എങ്ങനെയാ കൺഫേം ആക്കിയത് എന്ന് ചോദിക്കുന്ന സമയത്ത് വാസു പറയുന്നത് അത് പ്രഗ്നൻസി കിറ്റ് വെച്ച് നോക്കിയാണ് കൺഫേം ആക്കിയതെന്നും വാസു പറയും. എന്നിട്ട് വാസു ചേച്ചിയോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇത് അബോർഷൻ ചെയ്ത് കളയണം, അതിനെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചേച്ചിയോട് ചോദിക്കുമ്പോൾ ചേച്ചി പറയുന്നത് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് കുട്ടിയുടെ വളർച്ച എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ അതിനെ അബോർഷൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എനിക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂന്നും വാസുവിനോട് ചേച്ചി പറയുന്നു. എന്നാൽ വാസു പറയുന്നത് സ്കാൻ ചെയ്യാനൊന്നും പറ്റുന്ന സാഹചര്യത്തിലല്ല മനു ഉള്ളത്, വേറെന്തെങ്കിലും ഐഡിയ പറയുവാനായിട്ടും ചേച്ചിയോട് പറയും. അപ്പോൾ ചേച്ചി മറ്റൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു. ഒരു കാര്യം ചെയ്, മനുവിന്റെ യൂറിൻ സാമ്പിൾ എടുത്തുകൊണ്ടുവാ, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് തീരുമാനിക്കാമെന്നും ചേച്ചി പറയുന്നു. അങ്ങനെ വാസു മനുവിനോട് ആ കാര്യം പറഞ്ഞു. അതനുസരിച്ച് മനുവാണെങ്കിൽ തന്റെ യൂറിൻ സാമ്പിൾ എടുത്ത് മെയിൽ ബോക്സിൽ കൊണ്ടുവന്ന് വെക്കും. വാസുവാണെങ്കിൽ അത് എടുത്തുകൊണ്ടുവന്ന് തന്റെ ചേച്ചിയെ മേൽപ്പിക്കുന്നു. അങ്ങനെ ടെസ്റ്റ് റിസൾട്ട് വന്നു. റിസൾട്ട് കണ്ട് ചേച്ചി വാസുവിനോട് പറയും അത് അബോർഷൻ ചെയ്യാനായി പറ്റത്തില്ല, കുട്ടിക്ക് നല്ല വളർച്ച വന്നിരിക്കുകയാണെന്നുള്ള കാര്യവും വാസുവിനോട് പറയുന്നു. അത് കേട്ട് വാസു ഞെട്ടിപ്പോകും. മനു തന്റെ ചേച്ചിയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ്. അപ്പോൾ ചേച്ചി കുറച്ചു കാര്യങ്ങൾ മനുവിനോട് പറയും. ഞാനും എന്റെ ഹസ്ബൻഡ് തമ്മിൽ എന്നും പ്രശ്നങ്ങളായിരുന്നു, പക്ഷേ കുറെ കാലങ്ങൾ കഴിഞ്ഞാണ് ഞങ്ങളുടെ ഈഗോ കാരണമാണ് ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് മനസ്സിലായത്. പക്ഷെ അന്ന് ഞങ്ങൾ സഹിക്കാനും ക്ഷമിക്കാനും തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടാകില്ലായിരുന്നു. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് നിങ്ങൾ ഒന്നിക്കുവാനായി നോക്കെന്ന് ചേച്ചി മനുവിനെ ഉപദേശിക്കും.
അത് കേട്ട് മനുവാണെങ്കിൽ വാസുവുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഉപേക്ഷിക്കുവാനായും തീരുമാനിച്ച് വാസുവിനെ ഫോൺ വിളിക്കും. ഫോൺ എടുത്ത ഉടനെ വാസു പറഞ്ഞത്, കുഞ്ഞിനെ അബോർഷൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാനൊരു ടാബ്ലറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്, അത് കഴിച്ചാൽ മതിയെന്നും വാസു മനുവിനോട് പറയും. ഞാൻ ഉടനെ കുളിക്കുകയുമായി നിന്റെ വീട്ടിലേക്ക് വരാമെന്നും വാസു പറഞ്ഞു. അതിനുശേഷം വാസു തന്റെ ഫ്ളാറ്റിലെത്തി അവിടെ നിന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥിരമായിട്ട് ഈ വാസു തന്റെ ബാൽക്കണിയിൽ നിന്നാണ് സിഗരറ്റ് വലിക്കുന്നത്. അതേസമയം തന്നെ മിക്കുള്ള ദിവസവും അവനടുത്തേക്ക് ഒരു ലേഡി വന്നിട്ട്, ഇങ്ങനെ സിഗരറ്റ് ഒന്നും വലിക്കുന്നത് ആരോഗ്യത്തിന് ദോഷമാണെന്നൊക്കെ അവനെ ഒരുപാട് ഉപദേശിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇത്തവണയും വന്ന് അവനോട് സംസാരിക്കും. എന്നാൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം തന്നെ ആ ഒരു സ്ത്രീയാണെങ്കിൽ കുഴഞ്ഞു വീഴുകയാണ്. അത് കണ്ട് വാസു ഒരുപാട് പേടിക്കും. എന്തെന്നാൽ അവർ പ്രഗ്നന്റ് ആയിരുന്നു. അവരെ ഉടനെ തന്നെ വാസു ഹോസ്പിറ്റലിൽ എത്തിക്കും. ആ ഒരു സ്ത്രീയുടെ അച്ഛനും അമ്മയും ഒക്കെ ഹോസ്പിറ്റലിലെത്തി വാസുവിന് ഒരുപാട് നന്ദി പറയും. കൃത്യസമയത്ത് നിങ്ങളിവിടെ എത്തിച്ചത് കൊണ്ടാ എന്റെ മകൾ രക്ഷപ്പെട്ടത്, അതിനൊരുപാട് നന്ദിയെന്നും വാസുവിനോട് പറയുന്നു. എന്നിട്ട് ആ ഒരു സ്ത്രീയുടെ അച്ഛനും അമ്മയും ഒരു കാര്യം കൂടി വാസുവിനോട് പറയും. ഇവർ പ്രഗ്നന്റ് ആകുന്നതിന് മുൻപ് ഇവരും ഇവരുടെ ഭർത്താവും തമ്മിൽ ഒരുപാട് പ്രശ്നമുണ്ടായിരുന്നു. എന്നും വഴക്കും പ്രശ്നങ്ങളുമായതിനാൽ ഇവർ പ്രഗ്നന്റ് ആയ കാര്യം ഇവർ അറിഞ്ഞില്ല. 5-ാം മാസത്തിലാണ് സ്കാൻ ചെയ്ത് ഇവർ പ്രഗ്നന്റ് ആണെന്ന് കൺഫേം ആക്കിയതും. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ഒരുപാട് ആരോഗ്യ പ്രശ്നമുണ്ടെന്നും ഈ കുഞ്ഞിന് വളർച്ചയില്ല എന്നും ഡോക്ടർ പറയുന്നു. ഈ കുഞ്ഞ് അഥവാ ജനിച്ചു കഴിഞ്ഞാലും അതിനൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, കുറച്ചുനാൾ മാത്രമേ ജീവിക്കൂ എന്നും ഡോക്ടർ പറയുന്നു. അതനുസരിച്ച് ആ ഒരു സ്ത്രീയുടെ ഭർത്താവാണെങ്കിൽ എന്നാൽ ഈ കുഞ്ഞിനെ വേണ്ട, അബോർഷൻ ചെയ്ത് കളയുവാനായി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഈ സ്ത്രീ പറയുന്നത്, ഇത് നമ്മളെപ്പോലൊരു ജീവനല്ലേ, അതിനെ അബോർഷൻ ചെയ്ത് കളയുന്നത് ശരിയല്ല, ഇനി എന്തൊക്കെ വന്നാലും കുഞ്ഞിനെ പ്രസവിക്കും, ഞാനതിനെ വളർത്തുമെന്നും ആ സ്ത്രീ തീരുമാനിച്ചു. കുഞ്ഞിനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട്. പക്ഷെ അതുപോലും ആ ഒരു അമ്മ സഹിക്കുകയാണ്. അതെല്ലാം വാസുവിന് മനസ്സിലായി. അവൻ ഒരുപാട് സങ്കടം വരികയാണ്. അതേസമയം തന്നെ വാസു ആ ഹോസ്പിറ്റലിൽ വെച്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഉപേക്ഷിച്ചു പോയ അമ്മയെ കാണുന്നു. അമ്മ അവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു. പ്രസവം എടുക്കുവാൻ വേണ്ടിയിട്ട് എത്തിയതായിരുന്നു അമ്മ. വാസു അമ്മയെ കണ്ടിട്ട് ഒന്ന് മിണ്ടുവാൻ പോലും കൂട്ടാക്കിയില്ല. അമ്മയെ തന്നെ നോക്കി നിൽക്കുകയാണ് വാസു. വാസുവിനെ കണ്ടിട്ട് അമ്മ ഒന്നും മിണ്ടുക പോലും ചെയ്തില്ല. കാരണം വർഷങ്ങൾക്ക് മുൻപ് വാസുവിനെ അമ്മ ഉപേക്ഷിച്ചു പോയതിനാൽ ഇപ്പോൾ വാസു എങ്ങനെ ഇരിക്കുന്നെന്ന് പോലും അമ്മയ്ക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ വാസു താൻ മകനാണെന്ന് പോലും പറയാതെ അമ്മയെ മാറി നിന്ന് നോക്കി കാണുകയാണ് ചെയ്തതും. എന്നാൽ വാസുവിനാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാകുന്നു. തന്റെ കുഞ്ഞ് ജനിച്ചാൽ പോലും മരണപ്പെടുമെന്ന് അറിഞ്ഞിട്ട് പോലും, മാത്രമല്ല ഈ കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് നടക്കുന്ന സമയത്തും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ട് പോലും ആ ഒരു അമ്മ 10 മാസം ചുമന്ന ആ ഒരു കൊച്ചിനെ പ്രസവിക്കുവാനായി തീരുമാനിച്ചല്ലോ. അത് വാസുവിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ തന്റെ കാമുകിയെ മനു പ്രഗ്നന്റ് ആയത് അബോർഷൻ ചെയ്യുവാനായിട്ടല്ലേ വാസു തീരുമാനിച്ചത്. അത് വേണ്ട എന്ന് തീരുമാനിച്ച് വാസു നേരെ മനുവിനെ കാണുവാനായും എത്തി. അപ്പോഴും മനു കരുതുന്നത് അബോർഷൻ ചെയ്യുവാനായിട്ടുള്ള ടാബ്ലറ്റ് കൊടുക്കുവാനായി വരുന്നതാണ്. പക്ഷെ വാസു പറയുന്നത്, ഈ കുഞ്ഞിനെ ഇനി ഒന്നും ചെയ്തില്ല, നമുക്ക് ഈ കുഞ്ഞിനെ വളർത്താം, നമുക്ക് 2 പേർക്കും വിവാഹം കഴിക്കാമെന്നും വാസു മനുവിനോട് പറയുന്നു. അത് കേട്ടതും മനുവിന് ഒരുപാട് സന്തോഷമായി. അങ്ങനെ വാസു മനുവിന്റെ വീട്ടുകാരോടൊക്കെ സംസാരിച്ച് അവർ 2 പേരും വിവാഹം കഴിക്കുകയാണ്. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.